السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കലയുടെ വസന്ത പൂത്തൊരിയുന്ന ഫറാസ്തോയുടെ പ്രൗഢമായി ഈ വേദിയിൽ ജൻസി ചിന്തയുടെ വേഗം കരുതലിൻ്റെ തീർച്ച എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തുണക്കട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വേഗത്തിൻ്റെ ലോകത്താണ്. ഒരു സെക്കൻഡിൽ വാട്സപ്പ് സന്ദേശം ലോകം ചുറ്റുന്നു. ഒറ്റ സ്വൈപ്പിൽ ജീവിതം മാറ്റിമറിക്കാൻ ജൻസി തയ്യാറാണ്. ജൻസി, അതായത് ഇന്നത്തെ 20 വയസ്സിനടുത്ത യുവതലമുറ, ഇവർ ചിന്തിക്കുന്നു വേഗത്തിൽ, പ്രതികരിക്കുന്നു മിന്നലിനെ പോലെ. പക്ഷേ ചോദ്യം ഇതാണ്: ഈ വേഗതയ്ക്കൊപ്പം കരുതൽ ഉണ്ടോ, അല്ലെങ്കിൽ അതാണ് തീർന്നു പോകുന്നതോ? യുവതലമുറയുടെ മസ്തിഷ്കം സ്മാർട്ട് ഫോണിലേക്കാണ് ചേർന്ന് വളരുന്നത്. വേഗം അത്ഭുതമാണ്, പക്ഷേ വേഗം വിചാരത്തിൻ്റെ ആഴമില്ലാതാക്കുമ്പോൾ ജീവിതം നഷ്ടപ്പെടുന്നത് കരുതലില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, കമൻ്റ് ഇടുന്നു, പക്ഷേ ചിന്തിക്കാൻ നിമിഷം നൽകുന്നില്ല. എങ്കിലും ഈ സമൂഹത്തെ കുറ്റപ്പെടുത്താനാവില്ല, കാരണം ലോകം തന്നെയാണ് വേഗം കൂട്ടിയത്. AI, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ എല്ലാം വേഗത്തിൻ്റെ പ്രതീകങ്ങൾ. ജൻസിയെ മുൻ തലമുറയിൽ നിന്ന് വേറിട്ടു നിർത്തുന്ന മറ്റൊന്നാണ് അവരുടെ ചിന്തയുടെ സ്വാതന്ത്ര്യം. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പഴയ രീതികൾ അനുകരിക്കാതെ പുതുപദങ്ങൾ തേടുന്നു. സമൂഹത്തിൽ എവിടെയെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അവർക്ക് മിണ്ടാതിരിക്കാൻ അറിയില്ല. ഉടൻ പ്രതികരിക്കും, പരിഹാരം തേടും, പ്രവർത്തിക്കും. ശ്രീലങ്കയിലെ സാമ്പത്തിക തകർച്ച അതിന് തെളിവാണ്. അവിടുത്തെ യുവജനങ്ങൾ, പ്രത്യേകമായും ജൻസി, ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങി. ഭരണകൂടത്തിൻ്റെ അഴിമതിയാണ് ഇതിന് കാരണം. അവർ സോഷ്യൽ മീഡിയയെ ആയുധമാക്കി ലോകശ്രദ്ധ ആകർഷിച്ചു. ഒടുവിൽ ഭരണകൂടത്തെ തന്നെ മാറി നിൽക്കാൻ നിർബന്ധിതരാക്കി. ബംഗ്ലാദേശിലും അതുപോലെയാണ്. അവിടുത്തെ യുവജനങ്ങൾ, പ്രത്യേകമായും ജൻസി, അവിടുത്തെ ഭരണകൂടങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്ന അഴിമതിക്കും തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന അനീതിക്കുമെതിരെ ശക്തമായി ശബ്ദമുയർത്തി. നീതിക്കും തുല്യതയ്ക്കുമായി അവർ ഒന്നായി നിന്നു. ഇന്ന് നേപ്പാളിലും അതുതന്നെയാണ് സംഭവിച്ചത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അനാസ്ഥ കാട്ടുന്ന ഭരണകൂടങ്ങളോട് അവർ നേരെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ ചോദ്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ ഹൃദയമിടിപ്പ് തിരിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ജൻസിയുടെ പ്രസ്ഥാനങ്ങളെ വെറും വികാര പ്രകടനങ്ങളായി നമുക്ക് കാണാനാവില്ല. അവർ ലോകത്തിൻ്റെ പുതിയ സാമൂഹ്യ രാഷ്ട്രീയ ശക്തിയാണ്. സാങ്കേതിക വിദ്യയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്ന ശക്തി. ജൻസി പിതൃതലമുറയുടെ പകരക്കാരല്ല, പുതിയ ആശയങ്ങളുടെ പ്രതീകങ്ങളാണ്. അവരാണ് ലോകത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത്. അവരാണ് മാറ്റത്തിൻ്റെയും നവീകരണത്തിൻ്റെയും മുഖ്യധാരകൾ. എന്നാലും വേഗത മാത്രം മതിയല്ല, കരുതലും ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ സന്ദേശം ഇങ്ങനെയാണ്: വേഗം നിലനിൽക്കട്ടെ, പക്ഷേ വേഗത്തിനിടയിൽ കരുതൽ മരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യജനതയ്ക്ക് ജൻസി ഒരു ഉപകാരമുള്ള നാഥൻ ആക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം പുരോഗമിക്കുന്നു.